പ്ലസ് ടു ഫിസിക്സിലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. വാട്ട് ഹാപ്പൻസ് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വെൻ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കോയിൽസ് ഇൻക്രീസ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. രണ്ട് കോയിൽസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഈ കോയിലുകൾ തമ്മിലുള്ള അകലം കൂട്ടിക്കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് എന്ത് സംഭവിക്കും? When the distance between the coils increases, the amount of magnetic flux decreases, thus mutual inductance decreases. അപ്പം ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കൂടുന്നതനുസരിച്ച് കോയിലുകൾ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ്? പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ അകലുന്നു തോകും. എന്ത് ചെയ്യും? പ്രൈമറിയിൽ നിന്ന് യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് സെക്കൻഡറിയിലേക്ക് ലിങ്ക് ചെയ്യുന്നതിൻ്റെ എണ്ണം കുറയപ്പെടും. അതിൻ്റെ ഫലമായി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിക്രീസ് ചെയ്യും. അപ്പം ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്താൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിക്രീസ് ചെയ്യും. What happens to the mutual inductance when the number of turns of each coil increases? ഓരോ കോയിലിലെയും നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്താൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് എന്ത് സംഭവിക്കും? When the number of turns of primary and secondary coils increases, the value of mutual inductance also increases. അപ്പോൾ നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. What happens to mutual inductance when a thin iron sheet is placed between the coils? ഒരു അയൺ ഷീറ്റ് രണ്ട് കോയിലുകൾക്കിടയിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് എന്താണ് സംഭവിക്കുന്നത്? അയൺ ഇസ് എ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ, സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വിൽ ഇൻക്രീസ്. അയൺ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ രണ്ട് കോയിലുകൾക്കിടയിലായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഈ മൂന്ന് കേസുകളിലും നമ്മൾ പഠിച്ചിട്ടുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കുക. അവിടെ അതിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തമാകും. Two coils wound independently on a cylindrical support as shown in figure. ഫിഗറിനകത്ത് തന്നിരിക്കുന്ന പോലെ രണ്ട് കോയിലുകൾ ഒരു സിലിണ്ടറിക്കൽ സപ്പോർട്ടിൽ മൗണ്ട് ചെയ്തിരിക്കുന്നു. ഈ കോയിലുകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതൊരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൽ മൗണ്ട് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. When K is closed, galvanometer shows deflection. Name the phenomenon. K എന്ന് പറയുന്നത് ഇവിടെ കീ ആണ്. കീ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകും. ഈ ഫിനോമിനന് പറയുന്ന പേരെന്താണ്? എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നെയിം ദ ലോ വിച്ച് ഡിസൈഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ. ഇങ്ങനെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷൻ ഏത് ലോയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ലെൻസസ് ലോ. ദെൻ ഹൗ ക്യാൻ യു ഒബ്റ്റെയിൻ എ ലാർജ് ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽവനോമീറ്റർ? ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്താൽ മതിയാവും. കോയിലിലെ ചുറ്റുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ കൂടും. Induced EMF has no direction of its own. State true or false. Justify your answer. Induced EMFന് സ്ഥിരമായി ഒരു ഡയറക്ഷൻ ഇല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? നമ്മുടെ ആൻസർ എന്തായാലും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ട്രൂ ആണ്. ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡിറ്റർമൈൻഡ് ബൈ ലെൻസസ് ലോ. ലെൻസസ് ലോ അനുസരിച്ചാണ് ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി according to Lenz's law, the direction of induced EMF is to be determined by the cause of EMF. ഇതിൻ്റെ ഇൻഡ്യൂസ് EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ കാരണം എന്താണ്, അതിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം അത് എന്താണോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന
ഒരു ഡയറക്ഷനിലായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡ്യൂസ് EMFന് കാരണമാകുന്ന കോസ് അതിൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇൻഡ്യൂസ് EMFൻ്റെ ഡയറക്ഷൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഫിക്സഡ് ഡയറക്ഷനിലായിരിക്കും നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഇൻഡ്യൂസ് EMFൻ്റെ ഡയറക്ഷൻ. നമ്മൾ പറഞ്ഞു ആദ്യത്തെ കേസിലാണെങ്കിൽ ഫാരഡേസ് എക്സ്പെരിമെൻറ്റ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് മാഗ്നറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻഡ്യൂസ് EMF ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഗാൽവാനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ ഒരു ഡയറക്ഷനിലായിരിക്കും. അത് അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് ഇൻഡ്യൂസ് EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അതിൻ്റെ കോസ് ആയിട്ടുള്ള ആ ഫോഴ്സിന് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. When a light is put off, sparking occurs in the switch. Why? ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് അതിൽ സ്പാർക്കിംഗ് ഉണ്ടാകുന്നുണ്ട് സ്വിച്ചിൽ. എന്തുകൊണ്ടാണ്? When the light is put off, current through the circuit falls to zero instantaneously. നമുക്കറിയാം സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിലൂടെയുള്ള കറണ്ട് സഡനായിട്ട് സീറോയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ലാർജ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ലാർജ് EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടും സർക്യൂട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ് ഇൻഡ്യൂസ്ഡ് EMF അപ്പോൾ മെയിൻ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് സ്പാർക്കിങ്ങിൻ്റെ സ്വിച്ച് ഇതിൽ കാരണമാകും. സ്വിച്ചിലെ സ്പാർക്കിങ്ങിന് ഇത് കാരണമാകും. അതായത് ഓൺ ആക്കുന്ന സമയത്താണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF എന്തായിരിക്കും കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. എന്നാൽ ഓഫ് ചെയ്യുന്ന സമയത്ത് കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ടും അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് മൂലം സർക്യൂട്ടിൽ ഒരു ലാർജ് EMF അല്ലെങ്കിൽ ഒരു ലാർജ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ കാരണമാകും. ഇതാണ് സ്പാർക്കിങ്ങിന് കാരണമാകും. Inductance coils are usually made of copper. Why? ഇൻഡക്റ്റൻസ് കോയിൽ സാധാരണ കോപ്പർ എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റെസിസ്റ്റൻസ് ഓഫ് കോപ്പർ ഈസ് വെരി സ്മോൾ. കോപ്പറിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും കണ്ടക്ടറായിട്ട് അതുപോലെ കണ്ടക്ഷൻ വയറായിട്ടുമൊക്കെ കോപ്പർ വയർ യൂസ് ചെയ്യാനുള്ള കാരണം. അപ്പം റെസിസ്റ്റൻസ് ഓഫ് ദ കോപ്പർ ഈസ് വെരി സ്മോൾ. സോ ലാർജ് കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ലാർജ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ലാർജ് കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. അപ്പം കോപ്പറിന് റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് ഇതിലൂടെ ഒരു ലാർജ് കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ലാർജ് ഇൻഡ്യൂസ്ഡ് കറണ്ട് അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. Therefore, inductance coils are usually made of copper. അപ്പം നമുക്ക് അറിയാം ഇൻഡക്ഷൻ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ലാർജ് ഇൻഡക്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലാർജ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മെറ്റീരിയൽ ആയിരിക്കും നമുക്ക് ഇൻഡക്റ്റൻസ് കോയിൽ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും യോഗ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോപ്പർ ഉപയോഗിക്കാനുള്ള കാരണം അത് തന്നെയാണ്. കോപ്പറിന് റെസിസ്റ്റൻസ് കുറവാണ്. അതുകൊണ്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് വളരെ ലാർജ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇൻഡക്റ്റൻസ് കോയിലുകൾ നിർമ്മിക്കാനായിട്ട് കോപ്പർ പ്രധാനമായും ഉപയോഗിക്കുന്നത്. A lamp connected in parallel with an inductor glows brightly before going off when the switch is put off. Why? ഒരു ഇൻഡക്റ്റൻസ് കോയിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലാമ്പ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കൂടുതൽ പ്രകാശിക്കുന്നു. ഓഫ് ആകുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ ബ്രൈറ്റ്നെസ് കൂടുന്നു. എന്തുകൊണ്ടാണ്? ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ തൊട്ട് മുമ്പിൽ പറഞ്ഞതാണ്. നമ്മൾ പറഞ്ഞു ഇൻഡ്യൂസ് EMF ഡ്യൂ ടു സെൽഫ് ഇൻഡക്ഷൻ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മെയിൻ കറണ്ട് വെൻ ദ കറണ്ട് ഈസ് സ്വിച്ച്ഡ് ഓഫ്. സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് മെയിൻ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും സെൽഫ് ഇൻഡക്ഷൻ മൂലം ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFും. സോ ഇറ്റ് ഇൻക്രീസസ് ദ മെയിൻ കറണ്ട് വിച്ച് ക്ലോസ് ദ ലാമ്പ്. അതിൻ്റെ ഫലമായിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് സർക്യൂട്ടിലൂടെയുള്ള മെയിൻ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻഡ്യൂസ്ഡ് EMFും മെയിൻ കറണ്ടും ഒരേ ഡയറക്ഷനിലാകുന്നതിനാൽ ഓഫ് ചെയ്യുന്ന സമയത്ത് മെയിൻ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി
ലാമ്പ് കൂടുതൽ പ്രകാശിക്കും. When a metallic block moves in a magnetic field, induced currents are developed in the body of the block. ഒരു മെറ്റാലിക് ബ്ലോക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ നമ്മൾ ഇൻഡ്യൂസ് മൂവ് ചെയ്യിച്ചാൽ അതിൻ്റെ ഉപരിതലത്തിൽ അതിൻ്റെ സർഫസിലൂടെ എന്തുണ്ടാകും? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ പേരെന്താണ്? നെയിം ദ കറണ്ട്. വിച്ച് ലോ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് സച്ച് കറണ്ട്? ഏത് ലോ ഉപയോഗിച്ചാണ് ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു മെറ്റാലിക് ബ്ലോക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്താൽ അതിൻ്റെ സർഫസിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറണ്ടിൻ്റെ പേരാണ് എഡ്ഡി കറണ്ട്. ഒരു മെറ്റാലിക് ബ്ലോക്കിൽ അല്ലെങ്കിൽ മെറ്റാലിക് സർഫസുകളിൽ ഒക്കെ ഉണ്ടാകുന്ന നമ്മൾ പറഞ്ഞു ക്ലോസ്ഡ് ലൂപ്പുകളായിട്ട് ഫോം ചെയ്യുന്ന കറണ്ടാണ് എഡ്ഡി കറണ്ട്. ഇനി എഡ്ഡി കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ലെൻസസ് ലോ ഉപയോഗിച്ചാണ്. എഡ്ഡി കറണ്ടിൻ്റെ ഡയറക്ഷൻ ലെൻസസ് ലോ ഉപയോഗിച്ചാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. What happens to the value of L when the number of turns is doubled, keeping all parameters constant? നമ്പർ ഓഫ് ടേൺസ് നമ്മൾ ഡബിൾ ചെയ്യുന്നു കോയിലിൻ്റെ, അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പഴയപടി തന്നെ ഇരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിന് എന്ത് സംഭവിക്കും? എൽ എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസിനെയാണ്, കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്യും, എന്ത് സംഭവിക്കും? സെൽഫ് ഇൻഡക്റ്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. We have self inductance L is equal to self inductance കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. mu0 n square A. mu0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം, then n square നമ്പർ ഓഫ് ടേൺസ് ആണ്, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ കോയിൽ ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് ദ കോയിൽ. അപ്പം സെൽഫ് ഇൻഡക്റ്റൻസ് mu0 പെർമിയബിലിറ്റി അത് ഏത് മീഡിയത്തിലാണ് അതിരിക്കുന്നത്? ചിലപ്പോൾ എയറിൽ. mu0 എന്ന് പറഞ്ഞാൽ എയറിലാണ്, അതായത് കോയിൽ വെറുതെ ചുറ്റി വെച്ചിരിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ നമ്മൾ മെറ്റീരിയൽസ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ mu0 എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് അതിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ്, A എന്ന് പറയുന്നത് ഏരിയ ആണ്, L എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് ഇത്രയും ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്: പെർമിയബിലിറ്റി, നമ്പർ ഓഫ് ടേൺസ്, ഏരിയ ആൻഡ് ലെങ്ത്. ഈ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ n എന്ന് പറയുന്നത് എന്തായി മാറും? 2n ആയിട്ട് മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? സ്ക്വയർ ആണ് വരുന്നത്, അതുകൊണ്ട് 2n എന്നുള്ളത് 2ൻ്റെ സ്ക്വയർ വരുമ്പോൾ അത് 4 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ 4n സ്ക്വയറിനായിട്ട് മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? n ഈസ് ഡബിൾഡ്, L ഇൻക്രീസസ് ബൈ 4 ടൈംസ്. n എന്ന് പറയുന്നത് 2n ആയിട്ട് മാറിക്കഴിയുമ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് 4 ടൈംസ് ഇൻക്രീസ് ചെയ്യും.